വളർന്നു വരുന്ന ടൈമിൽ മോസ്റ്റ്ലി ബോയ്സ് സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗേൾസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു. ഹി വാസ് ടെറിഫൈഡ് ഓഫ് ഗേൾസ്. അതിൻ്റെ കാരണം എലിയറ്റ് എഴുതിയ ഓട്ടോബയോഗ്രഫി പോലുള്ള ജേണലിൽ 2 സന്ദർഭങ്ങളാണ് ഫീമെയിൽസുമായിട്ട് ഡയറക്റ്റ്ലി എലിയറ്റിനുണ്ടായതായി എലിയറ്റ് തന്നെ എഴുതിയേക്കുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എലിയറ്റിന് 11 വയസ്സുള്ളപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഒരു ഫണ്ണായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ പരസ്പരം ഇങ്ങനെ ഇക്ലിയാക്കായിരുന്നു. അപ്പോൾ എലിയറ്റിനെയും അടുത്ത് നിന്നതുകൊണ്ട് ആരോ ഇക്ലിയാക്കി. അതിൽ നിന്നും മാറിപ്പോകാൻ നേരത്ത് എലിയറ്റ് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഒന്ന് മുട്ടി. അപ്പോൾ ആ പെൺകുട്ടിക്ക് അതിഷ്ടപ്പെട്ടില്ല. അവൾ എലിയറ്റിനെ തിരിച്ചു തള്ളി താഴെ ഇട്ടു. ഇത് എലിയറ്റിനെ ട്രോമറ്റൈസ് ചെയ്ത ഒരു ഇവൻ്റായിട്ടാണ് എലിയറ്റ് സ്വയമേ എഴുതിയേക്കുന്നത്. ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ്. ഈ സംഭവം അവന് പെൺകുട്ടികളോട് ഒരു സോർട്ട് ഓഫ് ഹേറ്റഡ് ഉണ്ടാക്കി. അതും മിസോജിനിയിൽ നിന്നും വന്നിട്ടുള്ളൊരു ഹെയ്റ്റാണ്. കാരണം ഒരു ബോയ് അവനെ തള്ളിയെങ്കിൽ അവന് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ദിസ് വാസ് ലൈക്ക് ഹൗ ഡെയർ ഷീ, ഒരു പെണ്ണിന് എന്നെ എങ്ങനെ തള്ളിയിടാൻ തോന്നി. ആൻഡ് എലിയറ്റ് വാസ് നോട്ട് എ ഫാൻ ഓഫ് ഗേൾസ്. ഇത് 11 വയസ്സിലാണ് നടക്കുന്നത്. ആൻഡ് അറൗണ്ട് ദിസ് ടൈം അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ട് ലീച്ചൻ കുട്ടികളെയും കൊണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. ആൻഡ് എലിയറ്റ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ. ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന എലിയറ്റിന് വീട് മാറി അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയപ്പോൾ അതൊരു സോർട്ട് ഓഫ് നാണക്കേടായിട്ട് തോന്നി. ആൻഡ് ആ ഫ്രണ്ട്ഷിപ്സ് എലിയറ്റിന് കുറഞ്ഞു വന്നു. അത് കീപ്പ് ചെയ്യാൻ എലിയറ്റ് ഒരു എഫേർട്ടും ഇട്ടില്ല. അങ്ങനെ സ്കൂൾ ലൈഫും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അൺഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എലിയറ്റ് വീഡിയോ ഗെയിംസിലോട്ട് ശ്രദ്ധ തിരിച്ചു. സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ള സമയം സോഷ്യലൈസിങ്ങിന് പകരം വീഡിയോ ഗെയിംസിലോട്ടായി. ഹൈസ്കൂളിലോട്ട് മാറാനുള്ള സമയമായപ്പോൾ വീട്ടിൽ പറഞ്ഞ് എലിയറ്റ് ഒരു ഓൾ ബോയ്സ് സ്കൂളിൽ തന്നെ ചേർന്നു. കാരണം ഗേൾസിനെ അവന് ഇഷ്ടമല്ല. ദേ ആർ മീൻ, ക്രൂവൽ, ഇതൊക്കെയായിരുന്നു എലിയറ്റിൻ്റെ വ്യൂസ്. പക്ഷേ അറൗണ്ട് ഒരു 13-14 വയസ്സായപ്പോൾ ലൈക്ക് എവറി ടീൻ എലിയറ്റ് സെക്സിനെ പറ്റി അറിയാൻ തുടങ്ങി. ക്ലാസ്സിലുള്ള മറ്റ് ബോയ്സൊക്കെ ഗേൾ ഫ്രണ്ട്സ് ഉള്ളതും അവരെ കാണുന്നതും കിസ് ചെയ്യുന്നതും സെക്സ് ചെയ്തു എന്ന് പറയുന്നതും ഒക്കെ എലിയറ്റ് കേൾക്കാൻ തുടങ്ങി. ഹീ കുഡന്റ് ഹെൽപ്പ് ബട്ട് വണ്ടർ, എൻ്റെ ഇവനൊന്നും കിട്ടുന്നില്ല. എന്നെക്കാളും പൈസ കുറവുള്ളവനും ഫേമസ് ആയ പാരൻസ് ഇല്ലാത്തവനും ഒക്കെ പെണ്ണ് കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം എന്തേ കിട്ടുന്നില്ല. ആൻസർ ഈസ് ഇവൻ എഫേർട്ട് ഇടുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവന്മാരെക്കാളും ഞാൻ എന്ത് ബെറ്ററാണ് എന്ന സെൽഫ് ഒബ്സസ്ഡ് ചിന്തയായിരുന്നു എലിയറ്റിന്. സ്ലോലി കിട്ടാത്ത മുന്തിരി പുളിക്കൂ എന്ന് പറയുന്നത് പോലെ ഗേൾ ഫ്രണ്ട് ഉള്ളവരോടും കപ്പിൾസിനോടും സെക്സ് ചെയ്യുന്നവരോടും ഒക്കെ എലിയറ്റിന് ചെറിയ രീതിക്ക് ദേഷ്യം വരാൻ തുടങ്ങി.